ഇന്ന് നമ്മൾ 10ാം ക്ലാസ് കെമിസ്ട്രിയുടെ ചാപ്റ്റർ 1 പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഐസോമറിസം. ഓക്കെ, ഐസോമറിസം നമുക്ക് എന്താണ് എന്നുള്ളത് ആദ്യം പഠിച്ചതിന് ശേഷം എത്ര ടൈപ്പ് ഐസോമറിസം ഉണ്ടെന്നുള്ളതും പഠിക്കുക, അതിന്റെ എക്സാമ്പിൾസും പഠിക്കാം. ഐസോമറിസം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഇൻ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഐസോമേഴ്സ്. മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു കോമ്പൗണ്ട് ആണല്ലോ, ഇതൊരു സംയുക്തമാണ്. ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. കാർബണിന്റെ എണ്ണവും ഹൈഡ്രജന്റെ എണ്ണവും ഇതുപോലെ നമ്മൾ എഴുതുമ്പോഴാണ് അതിനെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഏതൊരു കോമ്പൗണ്ടിനും മോളിക്കുലർ ഫോർമുല ഉണ്ടായിരിക്കും. അപ്പൊ കോമ്പൗണ്ടുകൾ തമ്മിൽ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. കോമ്പൗണ്ടുകൾ ഇപ്പൊ 2 കോമ്പൗണ്ട് എടുത്തെന്ന് വിചാരിക്കാം. ഇതിപ്പോ ഒരു കോമ്പൗണ്ട്, ഇതുപോലത്തെ 2 കോമ്പൗണ്ടുകൾ എടുത്തപ്പോൾ അതിന്റെ രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണെന്ന് വിചാരിക്കാം. പക്ഷെ സെയിം ആണെങ്കിലും ബട്ട് ഡിഫറെന്റ് ഇൻ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതിന്റെ രണ്ടിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആണെങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഐസോമേഴ്സ് എന്ന് വിളിക്കാം. എന്നാൽ ഈ പ്രതിഭാസത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഐസോമറിസം എന്നും വിളിക്കാം. ക്ലിയർ ആണല്ലോ? ഇതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഐസോമറിസം എത്ര ടൈപ്പ് ഉണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന് ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, മെറ്റാമറിസം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ചെയിൻ ഐസോമറിസം എന്നുള്ളത് നോക്കാം. 2 കോമ്പൗണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇല്ലേ? ഈ 2 കോമ്പൗണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 4 കാർബണും 10 ഹൈഡ്രജനും ഉണ്ട്. ഈ കോമ്പൗണ്ടിനകത്ത് അതേപോലെ തന്നെ 4 കാർബണും 10 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം എന്താ? ഇതില് ചെയിനിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ് അല്ലെ. ഇത് ചെയിൻ ആയിട്ട് ലോങ് ചെയിൻ ആയിട്ട് കിടക്കുന്ന, ഇവിടെ ഒരു ബ്രാഞ്ച് ആയിട്ട് കിടക്കുന്നു. അപ്പൊ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ ചെയിനകത്ത് ഒരു വ്യത്യാസം വന്നിരിക്കുന്നു അല്ലെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐസോമറിസത്തിനെ അല്ലെങ്കിൽ ഐസോമറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമറിസം എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ചെയിനിനകത്തുള്ള വ്യത്യാസം പക്ഷെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇനി ഈ 2 കോമ്പൗണ്ടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ 2 കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇതിന്റെ മോളിക്കുലർ ഫോർമുല C3H8O, ഇതിന്റെ C3H8O, രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇവിടെ എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ഇവിടെ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്ന പൊസിഷനിൽ എന്ത് വന്നിട്ടുണ്ട്? വ്യത്യാസം വന്നിരിക്കുകയാണ് അല്ലെ. ഈ പറയുന്ന OH എന്ന് പറയുന്ന ഫങ്ഷൻ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് ഇവിടെയാണ്, ഇവിടെ OH വന്നിരിക്കുന്നത് മിഡിലാണ്. അതുകൊണ്ട് ഈ പറയുന്ന രണ്ടും ഫങ്ഷൻ ഗ്രൂപ്പ് സെയിം ആണ്, പക്ഷെ രണ്ടിന്റെ പൊസിഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ട് ഇതിനെ എന്ത് ഐസോമറിസം എന്ന് വിളിക്കാം? പൊസിഷൻ ഐസോമറിസം എന്ന് വിളിക്കാം. അടുത്തതാണ് ഫങ്ഷണൽ ഐസോമറിസം. 2 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്, 2 കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? സെയിം ആണ്. പിന്നെ എന്താ ഇവിടെ വ്യത്യാസം? ഇതിൽ തന്നിട്ടുള്ള ഫങ്ഷൻ ഗ്രൂപ്പ് OH എന്ന് പറയുന്ന ഫങ്ഷൻ ഗ്രൂപ്പും ഇവിടെ ആൽക്കോക്സി എന്ന് പറയുന്ന ഫങ്ഷൻ ഗ്രൂപ്പുമാണ്. രണ്ടിലും ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഐസോമറിസത്തെ ഫങ്ഷണൽ ഐസോമറിസം എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? അടുത്ത ഐസോമറിസം ആണ് മെറ്റാമറിസം. എന്താണ് മെറ്റാമറിസം? മെറ്റാമറിസത്തിൽ നോക്കുകയാണെങ്കിൽ 2 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. 2 കോമ്പൗണ്ടില് ഈ പറയുന്ന ആൽക്കോക്സി ഗ്രൂപ്പ്, ഈ ആൽക്കോക്സി ഗ്രൂപ്പിന്റെ 2 വശത്തേക്കും നോക്കാം. 2 വശത്തേക്കും നോക്കുമ്പോൾ കാർബൺ എണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ആണെങ്കിൽ 2 കാർബൺ, ഇവിടെ 2 കാർബൺ. ഈ ആൽക്കിൽ ഗ്രൂപ്പ് എന്നാണ് ഇവർ പറയുക അല്ലെ. ഈ പറയുന്ന ഫങ്ഷൻ ഗ്രൂപ്പിന്റെ ഇരുവശത്തും വരുന്ന ആളുകളെ പറയുന്ന പേരാണ് ആൽക്കിൽ ഗ്രൂപ്പ്. ആൽക്കിൽ ഗ്രൂപ്പിനകത്ത് നോക്കിയേ, ഇവിടെ 2 കാർബൺ, ഈ സൈഡിൽ 2 കാർബൺ. ഇനി ഈ കോമ്പൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 കാർബൺ ഉള്ളൂ, റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ 3 കാർബൺ അല്ലെ. ഇതിന്റെ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം അല്ലേ? ഈ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ ആൽക്കൈൽ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള വ്യത്യാസം, കാർബൺ എണ്ണത്തിലുള്ള വ്യത്യാസം ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മെറ്റാമറിസം എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? ഈ ആൽക്കോക്സി ഗ്രൂപ്പിന്റെ അപ്പുറം ഇപ്പുറം നോക്കാം. ഇവിടുത്തെ കാർബൺ എണ്ണം ടോട്ടൽ എത്ര ഉണ്ട്? 2 എണ്ണം. ഇവിടെ 2 എണ്ണം, ഇവിടെ ആണെങ്കിൽ 1 എണ്ണം, ഇവിടെ ആണെങ്കിൽ 3 എണ്ണം അല്ലെ. അപ്പൊ ഈ പറയുന്ന ഫങ്ഷൻ ഗ്രൂപ്പിന്റെ 2 വശത്തും എണ്ണത്തിൽ വന്നിട്ടുള്ള വ്യത്യാസമായതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മെറ്റാമറിസം. അപ്പൊ ഐസോമറിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, നല്ലപോലെ പഠിക്കുക. എക്സാമിനകത്ത് എങ്ങനെ ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറെ കോമ്പൗണ്ടുകൾ മിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ ഓരോ ജോഡികളെ കണ്ടെത്താൻ പറയും.
ഇന്നിന്ന അതായത് ചെയിൻ ഐസോമേഴ്സ് ഏതാണ്, പൊസിഷൻ ഏതാണ്, അങ്ങനെ ജോഡികളെ കണ്ടെത്തണം. അപ്പൊ നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് തന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് തന്നാലും ആദ്യം അതിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടെത്താം, എന്നിട്ട് ജോഡികളാക്കാം. ആ ജോഡികളാക്കിയിട്ട് അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ഏത് ഐസോമർ ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ക്ലാസ് മനസ്സിലായി കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.